വെട്ടമില്ല, തെളിച്ചമില്ല. ഹായ്, എല്ലാവർക്കും കാപ്പി ബ്ലോഗിലേക്ക് സ്വാഗതം. ക്ലിയർ അല്ലേ? വെട്ടം അടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം ഞാനിന്ന് വന്നത്, ഇന്നലെ സ്കൂളിൽ ഓണാഘോഷമൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് സ്കൂളിൽ വെച്ച് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സമ്മാനം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് കിട്ടിയ സമ്മാനം നിങ്ങൾ വന്ന് കാണുക. അപ്പം അത് കാണിക്കാനായിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത്. ഒന്ന് കാണിക്കാം. എനിക്ക് ഇന്നലെ കിട്ടിയ സമ്മാനം ഇതാണ്. അപ്പം സ്കൂളിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരാന്തയിൽ നിന്ന് താപ്പോട്ടൊന്ന് ഇറങ്ങിയത്. അപ്പം കാല് സ്റ്റെപ്പ് ചവിട്ടാതെ അല്ലാതെ താഴെയാണ്. കാലങ്ങനെ ഇറങ്ങുന്ന വഴിക്ക് കാല് മടങ്ങിപ്പോയി. അങ്ങനെ ഇപ്പം നീരായിട്ടൊക്കെ ഇരിക്കുക. ഇന്നലെ ആശുപത്രിയിൽ പോയില്ല. ഇന്നിപ്പം പോകാനായിട്ട് ഞാൻ വന്നത്. അപ്പം ഞാനുള്ളത് രാജുവേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ്. അപ്പം രാജുവേട്ടൻ പണിക്കാരെ കൊണ്ടുവിടാൻ പോയി. നല്ല നീരുണ്ട്, നടക്കാൻ വേദനയുണ്ട്. ഇവിടെ വന്നിടിച്ചായിരുന്നു, ഇവിടെ ഒന്ന് മടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം, എന്താവും എന്നൊക്കെ. അങ്ങനെ ഞാനും രാജീവേട്ടനും കൂടി കോന്നി താലൂക്ക് ആശുപത്രി വന്ന് പിന്നെ ഇവിടെ ഓർത്തയുണ്ടോ, ഇവിടെ കാണും, മിക്കവാറും കാണും, എല്ലാ ദിവസവും കാണും. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഓർത്തോ ഇല്ലായിരുന്നു. ഞങ്ങളങ്ങനെ പിന്നെ കോന്നി മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നീ അവിടെ ചെന്ന് ഓർത്തയെ കാണിച്ചിട്ട് വേണം നമുക്ക് എന്താണ് വല്ലതും പൊട്ടലോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെ. അങ്ങനെ രാജുവേട്ടൻ എന്നെ ഇറക്കി വിടാനായിട്ട് അതോട്ട് പോയി. ഞാനപ്പം OP ടിക്കറ്റൊക്കെ രാജുവേട്ടൻ എടുക്കാൻ പോയി. ആ സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്ത് അവിടെ OP നല്ല തിരക്കുണ്ടായിരുന്നു. OP ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അവിടെ രാജുവേട്ടനെ ഏൽപ്പിച്ച് കുറേ വരുന്ന ഇടിച്ച് കയറിപ്പോയി. പിന്നെ ഏറ്റവും സംഖ്യയായിട്ട് ഞാനും ചെന്ന് രാജുവേട്ടൻ്റെ കൂടെ അവിടെ കയറാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ കയറി കാണിച്ച് എക്സ്റേ എടുക്കാനൊക്കെ എഴുതി തന്നെ. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് അവിടെ പിന്നെ ഇനിയും അവിടെ OP ടിക്കറ്റ് എടുക്കാനായിട്ട് OP ടിക്കറ്റ് അല്ല, ഇനിയും നമ്മൾ എക്സ്റേ കാണിക്കാനായിട്ട് അകത്ത് കയറണം. അങ്ങനെ എക്സ്റേ ഒക്കെ കാണിച്ച് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ കാലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഞാനിവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ നല്ല രസം, മലനിരകൾ ഇങ്ങനെ നിരന്ന് കാണാൻ പറ്റും. നല്ലൊരു ഇതാണ്. ഇവിടെ കുറേ ഓണത്തിൻ്റെ അത്തപ്പൂക്കളൊക്കെ കുറേ മത്സരമായിരുന്നു തോന്നുന്നു വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയപ്പം വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ കരുതിയാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ കാലനക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇരുന്ന വീട്ടിൽ എടുത്തതേ ഉള്ളൂ. അതാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓട്ടോന് അറിയാവുന്നതാണ്, എൻ്റെ ഓട്ടോയാണ്. നമ്മുടെ കോന്നിയിൽ ഓടുന്ന ആണെൻ്റെ ഓട്ടോയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോവാം. രാജുവേട്ടൻ കോന്നി വരെ സ്കൂട്ടറിൽ വരും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട്